40s by 40s ആയിട്ടുള്ള കോട്ടണിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തരാൻസിലേക്ക് സ്വാഗതം. കൊണ്ടുവന്നിരിക്കുന്നത് 40s by 40s ആയിട്ടുള്ള കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ വേറെ ഇതുപോലത്തെ കുർത്തി, ഡ്രസ് മോഡലിലുള്ള കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ പാറ്റേണിലാണ്, ജാലി പാറ്റേണിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 95 rupees പെർ മീറ്ററിലാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിന്റെ തന്നെ വേറെ കളറാണ്. ഈ ഒരു ഡിസൈനിന്റെ തന്നെ 4 കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്. ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഗ്രീനിന്റെ തന്നെ ഒരു ടോണിലാണ്. ഇങ്ങനെയായിരിക്കും കേട്ടോ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പാറ്റേൺ പോകുന്നത്. ഞാൻ വെയർ ചെയ്ത് സെയിം പ്രിന്റ് തന്നെയാണ്. കളറാണ് ഞാൻ പറയുന്നത്, ചേഞ്ച് വന്നിട്ടുണ്ട്. വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. ഗ്രീനിൽ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ടോണുള്ള പ്രിന്റും ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റും കൂടെയാണ് അതിനകത്ത് പോയിട്ടുള്ളത്. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന 4ലും അങ്ങനെ തന്നെ. പിങ്ക് ആണെങ്കിൽ പിങ്കിന്റെ ഡാർക്ക് ടോണും ഒരു വൈറ്റ് ടോണും കൂടെയുള്ള പ്രിന്റ് ആണ് പോകുന്നത്. അപ്പൊ പിങ്ക് ആണ് നെക്സ്റ്റ് വൺ കാണുന്നത്. 40s by 40s ആയിട്ടുള്ള കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഞാൻ ഈ നമ്പർ പറയുന്നത് ഇതിന്റെ ത്രെഡ് കൗണ്ട് ആണ് കേട്ടോ. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായി കളർ വരും. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോൺ പോലെ തോന്നുന്നില്ലേ? നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 95 rupees മാത്രമേ ഇതിന്റെ പ്രൈസ് പെർ മീറ്റർ വരുന്നുള്ളൂ. നെക്സ്റ്റ് ടൈം വന്നിരിക്കുന്നത് ബ്ലൂ കളറിലാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഒരു പ്രിന്റിന് തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ. ബ്ലൂ കളറാണ് മൂന്നാമത്തെ കളറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് എല്ലാം വരുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് ഏത് കളറാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡൗട്ട് തോന്നുന്ന പോലത്തെ കളർ തന്നെയാണ്. വൺ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡറും കൂടി ഇതിനകത്ത് പോകുന്നുണ്ട്. ഒരു ഗ്രീൻ കളറിലുള്ള പ്രിന്റും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇത്ര നേരം കണ്ടതിൽ നിന്നും ബ്ലൂവിന്റെ തന്നെ ഡാർക്ക് അല്ല വന്നിരിക്കുന്നത്. സീ ഗ്രീൻ എന്ന് പറയില്ല, ആ കളറിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ബ്ലൂവിനകത്ത് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്. യെല്ലോയിനകത്ത് പിങ്ക് കളറാണ് പോകുന്നത്. ഇതിനകത്ത് തന്നെ വൺ സൈഡിൽ ബോർഡർ വരുന്നുണ്ട്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാം. നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. പിങ്കിനകത്ത് യെല്ലോനകത്ത് പീച്ച് കളറിലുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു ജാലി പ്രിന്റ് എന്ന് പറയുന്ന പോലത്തെ പാറ്റേണിലാണ് ഫുള്ളായിട്ട് ഇങ്ങനെ ജാലി വർക്ക് പോകുന്ന പോലത്തെ പാറ്റേണിലാണ് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളത്. 95 rupees ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 40s by 40s ആയിട്ടുള്ള പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. നമുക്ക് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വിത്തൗട്ട് ലൈനിങ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മാത്രം വാട്സാപ്പ് ചെയ്യുക. ഞങ്ങളുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.